ഹായ് ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചക്കക്കുരു മാങ്ങ മുരിങ്ങാക്കോൽ കറിയാണ്. ഇന്ന് അമ്മയാണ് പാചകം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. അപ്പോൾ നമുക്കറിയാം ലോക്ക്ഡൗൺ ആയല്ലോ, അപ്പോൾ എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആവശ്യമായ ചേരുവകൾ: 1.25 കപ്പ് ചക്കക്കുരു 4 കീറിയെടുത്തിരിക്കുന്നത്, 1 കപ്പ് മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങയാണ്, അത് കാരണം 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പുളിക്കനുസരിച്ച് അതിൻ്റെ അളവ് നോക്കാം. മുരിങ്ങാക്കോല് 2 എണ്ണം, അതുപോലെ തേങ്ങ ചിരകിയത് 1 കപ്പ്, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഈ ആവശ്യത്തിന് ഉപ്പും വെള്ളമാണ് നമുക്ക് വേണ്ട ചേരുവകൾ. അപ്പം ഞാനിവിടെ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കുക്കറിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ആദ്യം ചക്കക്കുരു നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരു വേവ് കൂടുതൽ വേണമല്ലോ, അപ്പോൾ അത് കാരണം ആദ്യം ചക്കക്കുരു നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ബാക്കി മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 ഇതൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് സ്പൂൺ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കക്കുരുവിൻ്റെ തൊട്ട് മുകളിൽ വരാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആ ചക്കക്കുരുവിൻ്റെ മുകളിൽ വരാവുന്ന രീതിയിൽ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്യാസിൽ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ പോണത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 3 വിസിൽ പോയി അതിൻ്റെ പ്രഷർ പോയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കുക്കർ തുറക്കാം. ഇനി നമുക്ക് അതിലേക്ക് മുരിങ്ങാക്കോല് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 വിസിൽ പോണത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മുരിങ്ങാക്കോലിന് അത്രയും വേവ് വേണ്ടല്ലോ, അപ്പോൾ അത് കാരണമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ 1 വിസിൽ പോയി, അതിൻ്റെ പ്രഷർ പോയി. ഈ ഒരു സമയത്ത് നമുക്ക് നോക്കാം മുരിങ്ങാക്കോല് വെന്തിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ ഏകദേശം മുരിങ്ങാക്കോലും ചക്കക്കുരുവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങ കൂടി ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. 3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. മാങ്ങ പെട്ടെന്ന് വെന്തോളും. ആ ഒരു സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് നമുക്കൊരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴമ്പ് പരുവത്തിലൊന്ന് നമുക്ക് അരച്ചെടുക്കണം. നല്ല കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം. നമുക്കത് കറിയിലേക്ക് നേരെ ഒഴിക്കാനുള്ളതാണ്. ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മാങ്ങയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് കറിയിൽ ഉപ്പോ മുളകോ നമുക്ക് കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കറി ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കണ വരെ ഒന്ന് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കൊന്ന് കറി താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉലുവ, ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് 5 എണ്ണം, ഇനി വറ്റൽ മുളക് ഒരു 3 എണ്ണം നടുവേ കീറിയത്, അതുപോലെ വേപ്പില 2 ഇതൾ. അപ്പോൾ ഇത്രയിട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചക്കക്കുരു മാങ്ങ മുരിങ്ങാക്കോൽ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പിയായിട്ട് ഉടനെ തിരിച്ചു വരാം.